10-15 ദിവസമായി പണിക്ക് പോയിട്ട് ടാപ്പിംഗ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരങ്ങള് 3-4 കുട്ടികളുണ്ട്. ഇവര് വരും 9 മണിക്ക് വരെ പോവാ. തീരുമാനമാവട്ടെ ഗവൺമെന്റും പോലീസും ഫോറസ്റ്റും ഒരുപാട് നിയമങ്ങളിൽ നമ്മളവിടെ നിയമങ്ങൾ പാടില്ലേ ഒരു തീരുമാനമാവട്ടെ. ഇതുപോലെ വന്നു പോയി ഇനി നാളെയും വരും പോകും. ഇന്നലെ ലൈവായി കാണിച്ചു അതിന് കടുവാണ് ലൈവായിട്ട് നോക്കി നിൽക്കുന്നോല് ഒരു മണ്ടി ഒന്ന് ഞങ്ങൾ എല്ലാവരും കണ്ട 14 ആൾക്കാർ ആഗ്രഹം കടുവാണ്ട് കാണിച്ചു കൊടുത്തു. ഒരു മണ്ടി കഴിച്ചേ അവിടുന്ന് അവര് പറഞ്ഞു മൃഗ ഡോക്ടർ പറ്റാൻ മയക്കുഴിയേക്കാന് ഇത് നിന്നെടുക്കോ ഇത് മൃഗല്ലേ അങ്ങനെ കടുവ കയറിപ്പോയി. പിന്നെ ഒലിങ്ങനെ തെരഞ്ഞെടുപ്പ് കൂട്ടി പോയി. ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾക്ക് പണിക്കാൻ പറ്റില്ല. കൂട് വെക്കണമെന്ന് പറഞ്ഞു. ഞമ്മക്ക് ഇത്ര ആവശ്യമില്ല. നമുക്ക് സ്വസ്ഥമായി പണിക്കോണം. പണിക്കോയി ജീവിക്കണം. ജീവിക്കാൻ മാർഗം ഗവൺമെന്റും ഈ പോലീസും ഫോറസ്റ്റും തരിക. നമുക്ക് വേറെ പിള്ളേരെ ഫോറസ്റ്റിനോടോ പോലീസിനോട് ഒരു പ്രശ്നം നമുക്കില്ല. നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഇപ്പൊ ഈ കടുവനെ കണ്ട് ഞാൻ ടാപ്പ് ചെയ്യുന്ന തോട്ടത്തിലാണ് ഇന്ന് കണ്ടത്. എങ്ങനെ ടാപ്പ് എങ്ങനെ വിശ്വസിച്ചു പോവാ? ഒരു ചെങ്ങനെ കടിച്ചു കൊന്നു അങ്ങനെ വിട്ടല്ലേ കടിച്ചു കയറി കൊന്നത്. നമുക്ക് ജീവിക്കണ്ടേ? അതാണ് സംഭവം. നമുക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടാക്കി തരാം. വേറെ നമുക്ക് പറയാനില്ല. കടത്തിവിടില്ല ഒരു തീരുമാനം മേലെ താമസക്കാരുണ്ട്. ഒരു 10-15 വീടിന്റെ മേലെ അവിടെ ഒരു കാവല് ഒരു ശ്രദ്ധയില്ല. ഓൽക്ക് അവിടെ കിടക്കും. ഓല ഇട്ടാന്ന് ഓല് പോയി. പോലെ ഇട്ടാന്ന് ഇറങ്ങിപ്പോയി. തെരച്ചിൽ നടക്കൂലെന്ന് ഓല് പറഞ്ഞു. ഓല് പോയി. ഉച്ചക്ക് വന്നു. ഓല് വീണ്ടും പോകണം. ഇതിനൊരു തീരുമാനം തരായിട്ടില്ല. അവന് തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. അത് തെരറ്റവര് തൊള്ളോണ്ടുണ്ടായ പോരാ കാണിച്ചു തരട്ടെ. നിങ്ങളെ ജീവനത്തിന് ഞങ്ങൾ ഈ തോട്ടത്തിൽ വെച്ചൊരു കടുവനെ ഞങ്ങൾ കണ്ടു. ദിവസന്മാര് നിങ്ങൾ അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തെ കാത്തു നിൽക്കോ? അത് നേരെ മറിച്ച് ഇവിടെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ കൊടുക്കുന്ന 20 സംഘത്തിൽ ഒരു ഡോക്ടർ സെറ്റ് ഉണ്ടെങ്കിൽ അനുമതി ആ ഡോക്ടർക്ക് ഉണ്ടല്ലോ. ആ ഡോക്ടർക്കില്ല. അപ്പൊ ആ ഡോക്ടർക്ക് അത് ചെയ്യാലോ. അത് നടക്കാകൊണ്ടാണ് സാറേ അവിടെ നിങ്ങൾ എത്തണ്ടേ. എത്തുക ദൂരാണ്. മയക്ക് വെക്കാനല്ല. ഞങ്ങൾക്ക് മന്ത്രി വിളിച്ചാ പോരാ. പേപ്പർ കയ്യിലാണ് കിട്ടിയാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ വിശ്വസിക്കണ്ടേ? ഈ പൊതുജനം വിശ്വസിക്കണം. മന്ത്രി